മൈനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ആണ് ആൻഡ് ഇവിടെ ഡിവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റു ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷന്റെ വാല്യൂ കണ്ടെത്തുക. ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റാറിന്റെ ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഈ സ്റ്റാറിന്റെ ഓപ്പറേഷൻ എന്താണ്? y/3 മൈനസ് ഓഫ് 2x അല്ലേ. അപ്പോൾ ഇവിടെ 1/2 ഉണ്ട്. അതിന് നമ്മൾ ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മിഷൻ LSDS നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് നമ്മൾ മിഷൻ LSDSലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെന്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിനു മുൻപ് നമ്മൾ മെന്റൽ എബിലിറ്റിയുടെ ചില ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സെഷനിൽ മെന്റൽ എബിലിറ്റിയുടെ രണ്ടാമത്തെ സെറ്റാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ എബിലിറ്റിയും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സയൻസും ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം മാത്തമാറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് വെച്ചാൽ മാത്സിന്റെ ചോദ്യങ്ങൾ റീസണിങ്ങിലൂടെ നമ്മൾ സോൾവ് ചെയ്യുന്നതിനെയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഇൻ ദ ഗിവൻ ക്വസ്റ്റ്യൻ ഇഫ് പ്ലസ് മീൻസ് മൈനസ്, into means division and minus means plus and division means into, then find out the answer of the following question. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലെ സബ്സ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദിസ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇൻ ദിസ് ഇക്വേഷൻ പ്ലസ് മീൻസ് മൈനസ്, പ്ലസ് എന്ന് വെച്ചാൽ മൈനസ് ആണ്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നു ഇൻറ്റു മീൻസ് ഡിവിഷൻ, ഇൻറ്റു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ആണ്. മൈനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ആണ് ആൻഡ് ഇവിടെ ഡിവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റു ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷന്റെ വാല്യൂ കണ്ടെത്തുക. ഇതാണ് നമ്മുടെ ചോദ്യം അല്ലെ. അപ്പോൾ ഈ തന്നിരിക്കുന്നത് പോലെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഇവിടെ വരുത്തുകയാണെങ്കിൽ ഇവിടെ ആദ്യം 576 വരും, വീണ്ടും അത് പ്ലസ് 576 ആകും, വീണ്ടും ഇവിടേക്ക് പ്ലസ് 46 വരും, നെക്സ്റ്റ് പ്ലസിന് പകരം അടുത്തത് ഇവിടെ മൈനസ് എന്നാണ് അല്ലേ. സോ മൈനസ് ഓഫ് 30, വീണ്ടും മൈനസിന് പകരം ഇവിടേക്ക് പ്ലസ് 52 ആണ് വരും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇവിടെ 3 പ്ലസുകൾ ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും സോൾവ് ചെയ്യുന്നത് നമ്മുടെ ബോർഡ് മാസിലൂടെയാണ് അല്ലേ. അപ്പോൾ ബോർഡ് മാസിലൂടെ തന്നെ ഈ ചോദ്യവും നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാം. നമുക്കിവിടെ 46ഉം അതിൻ്റെ കൂടെ തന്നെ 52ഉം ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 98 കിട്ടും അല്ലേ. സോ 576ന്റെ കൂടെ 98 ആഡ് ചെയ്തിട്ട് മൈനസ് ഓഫ് 30 നമ്മൾ ചെയ്താൽ ആൻസർ കിട്ടും. സോ ഈ 98ന്റെ കൂടെ 576 ആഡ് ചെയ്താൽ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 100 ആയിരുന്നെങ്കിൽ 676 ആയനെ. അപ്പോൾ 100ൽ നിന്ന് 2 കുറവാണ് 98 അല്ലേ. അപ്പോൾ നമുക്ക് 674 ആണ് കിട്ടുന്നുള്ളൂ. മൈനസ് ഓഫ് 30 ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ കിട്ടും. 74ൽ നിന്ന് 30 പോയിട്ടുണ്ടെങ്കിൽ 44 ആണ് അല്ലേ. സോ 644 ചോദ്യത്തിന്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഇതാണ്, 644 ആണ്. സോ ഓപ്ഷൻ നമ്പർ ഡിയിലുള്ള 644 ആണ് ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജസ്റ്റ് ഈ തന്നിരിക്കുന്ന J denotes into, T denotes minus and K denotes division. Then 26K to Q3J 64 is equal to dash. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? വീണ്ടും ഇത് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷനിലെ മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ Q എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് പ്ലസ് ആണ്, അതേസമയം J എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റു ആണ്, വീണ്ടും T എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനസ് ആണ് ആൻഡ് K എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ആണ്. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 26 ഉണ്ട്. സോ കെയുടെ വാല്യൂ ഇവിടെ ഡിവൈഡഡ് ബൈ ആണ്, നമുക്ക് 2 കിട്ടും. നെക്സ്റ്റ് Q തന്നിട്ടുണ്ട്, സോ ഇവിടേക്ക് പ്ലസ് 3 വരും. ഇനി നെക്സ്റ്റ് ഇവിടെ J6 ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 6, T4, T എന്ന് വെച്ചാൽ മൈനസ് ഓഫ് 4. ഓക്കെ, അപ്പോൾ ഈ ചോദ്യവും നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ നമ്മുടെ ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഡിവിഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് 13 കിട്ടും. സോ 13 പ്ലസ് 3, നെക്സ്റ്റ് അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇവിടേക്ക് ചെയ്യാനുള്ളത് അല്ലേ. സോ ഇൻറ്റു 6 മൈനസ് 4. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 13 പ്ലസ് 18 മൈനസ് ഓഫ് 4 കിട്ടും. സോ 18ൽ നിന്ന് 4 പോയാൽ 14 ആണ് വരുന്നത്. സോ 13ഉം 14ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ ഇവിടേക്ക് വരുന്നത് എത്രയായിരിക്കും? 27 ഉള്ളതായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ 27 ആയിരിക്കും അല്ലേ. സോ ഓപ്ഷൻ നമ്പർ ഡിയിലുള്ള 27 ആണ് ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത് രണ്ടും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.
ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു നോക്കുക. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ഇൻറ്റിജേഴ്സ് സച്ച് ദാറ്റ്, ഇവിടെ എക്സ് അതിനുശേഷം ഇവിടെ ഒരു എക്സ് ഓർ പോലെ ഒരു ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. എക്സ് ഓർ വൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിളിന്റെ അർത്ഥം എന്ന് വെച്ചാൽ x/2 - y എന്നും, അതേപോലെ x സ്റ്റാർ y എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം y/3 - 2x എന്നുമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? സോ ഇവിടെ ഈ തന്നിരിക്കുന്ന ഓപ്പറേഷൻ, ഈ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ഈ അരിത്തമാറ്റിക് ഓപ്പറേഷനും, സ്റ്റാർ വന്നാൽ നിങ്ങൾ ഇതും യൂസ് ചെയ്യണം. ഇതാണ് അതിന്റെ അർത്ഥം അല്ലേ? അപ്പോൾ എന്നിട്ട് അങ്ങനെയെങ്കിൽ ദെൻ ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 3 ഈ XOR 1 സ്റ്റാർ വീണ്ടും 4 XOR -4 is equal to dash, ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് ഇതിനെ മേ ബി 2-3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. സോ 3 XOR 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എത്രയായിരിക്കണം? x/2 - y അല്ലേ? സോ അപ്പോൾ ഇവിടെ 3/2 മൈനസ് ഓഫ് y, ഇവിടെ നമുക്ക് 1 ആണ് വാല്യൂ ആയിട്ട് കിട്ടുക. ഓക്കെ, 3/2 - 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ എത്രയായിരിക്കും? 3 - 2 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലേ? സോ 3 - 2 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമ്മുടെ ആൻസർ എത്രയായിരിക്കും കിട്ടുന്നത്? 1/2 ആയിരിക്കും. സോ ഈ പാർട്ടിന്റെ ആൻസർ നമുക്ക് ഇവിടേക്ക് 1/2 ആയിട്ടാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ആണ്, നമുക്ക് ഇവിടെ 1/2 കിട്ടി. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ 4 XOR -4 ആണ്. സോ വീണ്ടും അതേപോലെ തന്നെ സോൾവ് ചെയ്താൽ ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? 4 ഡിവൈഡഡ് ബൈ 2 മൈനസ് ഓഫ് -4 ആണ് അല്ലേ? സോ 4/2 ചെയ്താൽ ഇവിടെ 2 കിട്ടും. സോ 2 മൈനസ് ഓഫ് -4 എന്ന് വെച്ചാൽ 2 + 4 എന്ന് വരും. അപ്പോൾ ഇതിന്റെ ആൻസർ, ഈ സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത് 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർ കിട്ടി, വീണ്ടും നമുക്ക് ഇവിടേക്ക് 6 വരും. ക്ലിയർ? അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ വരുന്നത്. സോ 1/2 സ്റ്റാർ 6 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടേക്ക് വരും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റാറിന്റെ ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഈ സ്റ്റാറിന്റെ ഓപ്പറേഷൻ എന്താണ്? y/3 മൈനസ് ഓഫ് 2x അല്ലേ? അപ്പോൾ ഇവിടെ 1/2 ഉണ്ട്, അതിനെ നമ്മൾ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഫസ്റ്റത്തെ y ആണ് എടുക്കേണ്ടത്, x അല്ല. ഞാനിപ്പോൾ എടുത്തത് x ആയിപ്പോയി. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എക്സും ഇവിടെ വൈയും ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതിൽ നോക്കുമ്പോൾ ഇവിടെ y/3 ആണ്. therefore 6 ഡിവൈഡഡ് ബൈ 3 മൈനസ് ഓഫ് 2 into x. സോ 2 into 1/2. അപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മുടെ ആൻസർ എത്രയായിരിക്കും കിട്ടുന്നത്? ഇവിടെ 3 വെച്ചിട്ട് 6നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 2 കിട്ടും. മൈനസ് ഓഫ് 2 ആൻഡ് ഇവിടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായി? 1 ആണ് നമുക്ക് ഇവിടേക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയായിരുന്നു സോൾവ് ചെയ്തത്? നമ്മൾ ആദ്യം ഫസ്റ്റ് പാർട്ട് എടുത്തു, പിന്നെ നമ്മൾ സെക്കൻഡ് പാർട്ട് എടുത്തു, എന്നിട്ട് അത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ തേർഡ് പാർട്ട് എടുത്തു അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ നമ്പർ സിയിലുള്ള 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. Among 250 students, 110 students like football, 152 students like cricket, and 53 students like both football and cricket. How many students like neither football nor cricket? അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ വെൻ ഡയഗ്രാമിൽ നിന്നും എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. among 250 സ്റ്റുഡൻസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 250 പേരാണ്. അതിൽ ക്രിക്കറ്റ് ഇഷ്ടമുള്ളവരും ഫുട്ബോൾ ഇഷ്ടമുള്ളവരും തന്നിട്ടുണ്ട് അല്ലേ? സോ ഫുട്ബോൾ ഇഷ്ടമുള്ളവർ എത്ര പേരാണ്? 310 സ്റ്റുഡൻസ് ആണ്. 110 സ്റ്റുഡൻസ് ലൈക്ക് ഫുട്ബോൾ. ഇനി ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർ എത്ര പേരാണ്? ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർ 152 സ്റ്റുഡൻസ് ആണ്. ശരി, അപ്പോൾ ആകെ 250 പേരേ ഉള്ളൂ. അതിൽ 110ഉം 152 ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആൻസർ 262 ആയി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അങ്ങനെ വരിക? അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഫുട്ബോൾ ഇഷ്ടമുള്ളവരിൽ ചില ആൾക്കാർക്ക് ക്രിക്കറ്റും ഇഷ്ടമുണ്ടാവും എന്നാണ് അല്ലേ? അതിൻ്റെ അർത്ഥം ഇത് രണ്ടും ഇഷ്ടമുള്ളവരുടെ എണ്ണം എന്ന് പറഞ്ഞത് ഇവിടെ 53 ആണ്. സോ ആ 53 നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇതിൽ നിന്നാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മേ ബി നമ്മൾ ഇതിനെ ഒരു വെൻ ഡയഗ്രാം ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് കരുതുക. സോ നമുക്കിവിടെ ഫസ്റ്റ് അറിയാം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ എത്രയുണ്ട്? 250 ആണ്. അതിൽ ക്രിക്കറ്റ് ഇഷ്ടമുള്ളവരും അതുപോലെ തന്നെ ഫുട്ബോൾ ഇഷ്ടമുള്ളവരും നമ്മൾ ഇവിടേക്ക് എടുക്കണം അല്ലേ? സോ ഇവിടെ ക്രിക്കറ്റും ഇവിടെ ഫുട്ബോളും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്?
ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം 53 പേർക്ക് ഇത് രണ്ടും ഇഷ്ടമാണ്. സോ ഇത് രണ്ടും ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ ഇവിടെ ആദ്യം മെൻഷൻ ചെയ്യണം. അവര് 53 ആൾക്കാരാണ്. ക്ലിയർ ആയല്ലോ? അല്ലെങ്കിൽ ഞാനിപ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്യാം. ഇനിയിപ്പോൾ അതിന്റെ പുറത്ത് എഴുതി കൺഫ്യൂഷൻ ആവണ്ട. ക്രിക്കറ്റും ഫുട്ബോളും ഒരുമിച്ച് ഇഷ്ടമുള്ള ആൾക്കാർ 53 പേരാണ്. എന്ന് വെച്ചാൽ ഈ ഫുട്ബോൾ മാത്രം ഇഷ്ടമുണ്ടായിരുന്ന ആൾക്കാരെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫുട്ബോൾ ഇഷ്ടമുള്ള മൊത്തത്തിലുള്ളവർ 110 അതിൽ നിന്ന് 53 പേർക്ക് ക്രിക്കറ്റും ഇഷ്ടമാണ്. സോ അത് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എത്ര കിട്ടും? നമുക്കിവിടെ 57 കിട്ടും. സോ 57 പേർക്കാണ് ഫുട്ബോൾ മാത്രം ഇഷ്ടം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതുകയാണ്. നിങ്ങൾ ആക്ച്വലി എക്സാമിന് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും എഴുതേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതുകയാണ്. ഫുട്ബോൾ മാത്രം ഇഷ്ടമുള്ളവരിപ്പം ഇവിടെ എത്രയായിരിക്കും? 57 പേരായിരിക്കും. ഇനി അതേപോലെ തന്നെ ടോട്ടലി ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർ 152 പേരാണ്. അതിൽ 53 പേർക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. അപ്പോൾ ക്രിക്കറ്റ് മാത്രം ഇഷ്ടമുള്ളവർ എത്രയായിരിക്കും? വീണ്ടും -53 ചെയ്താൽ ഇവിടെ 99 വരും അല്ലേ? സോ 99 പേർക്ക് ആണ് ക്രിക്കറ്റ് മാത്രം ഇഷ്ടം. സോ ഓൺലി ക്രിക്കറ്റ് എന്ന് പറയുന്നവരുടെ എണ്ണം നമുക്കിവിടെ 99 ആയിട്ട് എഴുതാം. അപ്പൊ ഇത് രണ്ടും നമുക്കിനി കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് കൂടി നോക്കാം. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഹൗ മെനി സ്റ്റുഡൻസ് ലൈക്ക് നീദർ ഫുട്ബോൾ നോർ ക്രിക്കറ്റ്. ക്രിക്കറ്റും ഫുട്ബോളും രണ്ടും ഇഷ്ടമല്ലാത്ത ആൾക്കാർ എത്ര പേരുണ്ട് എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? ഇവിടെ എത്ര പേർക്ക് ഇഷ്ടമില്ല എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇഷ്ടം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വാല്യൂ എത്രയായിരിക്കും? 53ഉം പിന്നെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 57ഉം ആണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആൻസർ 110 ആയിട്ട് വരുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ 99 കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വാല്യൂ എത്ര കിട്ടും? ഇവിടേക്ക് നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ 99 പേർക്ക് ക്രിക്കറ്റ് ഇഷ്ടം, 53 പേർക്ക് രണ്ടും ഇഷ്ടം, ഇവിടെ 57 പേർക്ക് ഇഷ്ടം അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എടുക്കാനായിട്ടുള്ളത് നമ്മുടെ ടോട്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 209 ആയിരിക്കും നമ്മുടെ ടോട്ടൽ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഇത് എന്തെങ്കിലും ഒന്ന് തൽക്കാലം ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് ഇല്ലാത്തവരെയാണ് നമുക്കിവിടെ ഒന്നും ഇഷ്ടമില്ലാത്തവരായിട്ട് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഹൗ മെനി സ്റ്റുഡൻസ് ലൈക്ക് നെയ്തർ ഫുട്ബോൾ നോർ ക്രിക്കറ്റ്. സോ സ്റ്റുഡൻസ് ഹു ലൈക്ക് നെയ്തർ ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും? ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതിന്റെ ടോട്ടൽ മൈനസ് ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ഓൺലി ക്രിക്കറ്റ് പ്ലസ് ഫുട്ബോൾ പ്ലസ് ബോത്ത് അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 250 ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ 209 സബ്ട്രാക്ട് ചെയ്താൽ നമുക്കിവിടെ 41 കിട്ടും. അപ്പോൾ ഇതിന്റെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഏതായിരിക്കും? 41 ആയിരിക്കും ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിന്റെ ഉത്തരവും എല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If 2 plus 3 is equal to 8, 4 plus 5 is equal to 24, 1 plus 8 is equal to 9, then what is 3 plus 6? അപ്പോൾ 2 plus 3 8 അല്ലാന്നും 4 plus 5 24 അല്ലാന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ പിന്നെ ഇവിടെ എന്തിനാണ് ഈ പ്ലസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ പ്ലസ് എന്ന് വെച്ചാൽ ആക്ച്വൽ പ്ലസ് അല്ല യൂസ് ചെയ്യുന്നത്. 2നെയും 3നെയും എന്തോ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ആണ്. അതുപോലെ ഇവിടെ 4ഉം 5ഉം അതുപോലെ എന്തോ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 24 ആണ്. വീണ്ടും ഇവിടെ 1ഉം 8ഉം എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 9 ആണ്. അതേപോലെ തന്നെ അതേ ഓപ്പറേഷൻ ഇവിടെ 3ലും 6ലും ചെയ്താൽ നമ്മുടെ വാല്യൂ എന്തായിരിക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? 2ഉം 3ഉം എങ്ങനെ നമുക്ക് 6 കിട്ടും? 2 into 3 ചെയ്താൽ നമുക്ക് എത്രയാണ്? 6 plus 2 അല്ല 8 എങ്ങനെ കിട്ടും? 2 into 3 ചെയ്താൽ 6 plus 2 ചെയ്താൽ 8 കിട്ടും. ഇവിടെ into 2 മൾട്ടിപ്ലൈ ചെയ്താൽ 20 plus 4 ആണ് വരുന്നത്. ഇവിടെ into ചെയ്തിട്ട് പ്ലസ് 1 ചെയ്താലാണ് കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടെ 2 into 3 ചെയ്താൽ 6 കിട്ടും. അതിലേക്ക് വീണ്ടും ഇതേ 2 തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് 8. ഓക്കെ, അതുപോലെ 4 into 5 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 20 കിട്ടും. അതിലേക്ക് വീണ്ടും ഈ പ്ലസ് ഇതേ 4 പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ 24. ഓക്കെ, അതേപോലെ തന്നെ ഇവിടുത്തെ വാല്യൂ നമുക്ക് 8 കിട്ടും. സോ വീണ്ടും ഇവിടേക്ക് 1 പ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 9. അപ്പോൾ അതുപോലെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നതെങ്കിൽ 6 into 3 ചെയ്താൽ നമുക്ക് 18 കിട്ടും അല്ലേ? അപ്പോൾ അവിടേക്ക് ഇതേ 3 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 21 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഏതാണ്? നമ്മുടെ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള 21 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്.
അപ്പോൾ ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഡിറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. Which of the following sets of operation with the usual notations replacing the stars in the order given makes the statement valid? അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ വാലിഡ് ആക്കണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താ ഉള്ളത്? √100, √16, √225, √1 അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ വാലിഡ് ആക്കുക എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിനെ നമ്മൾ ബാലൻസ് ചെയ്യുക, അല്ലെങ്കിൽ LHS is equal to RHS എന്ന് നമുക്ക് കിട്ടണം. ഇതിനെയാണ് നമ്മൾ വാലിഡ് ആക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ റൂട്ടിൽ നിന്നുള്ളതിനെ നമ്മൾ പുറത്തെടുക്കണം. √100 എന്ന് വെച്ചാൽ 10 ആണ്, √16 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ആണ്, √225 എന്ന് വെച്ചാൽ 15 ആണ്, √1 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ ഇത് ഈ 10ഉം 4ഉം 15ഉം 1ഉം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 10 + 4ഉം 15 - 1ഉം 1 ആണ് അല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് സ്ഥലത്തും 14 is equal to 14 എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? പ്ലസും ഈക്വൽ ടുവും മൈനസും ആണ്. ഇത് ഇൻറ്റു ഈക്വൽ ടു അല്ല, പ്ലസും ഈക്വൽ ടു മൈനസ് ഇവിടെ ഉണ്ട്, പ്ലസും ഈക്വൽ ടു ഇൻറ്റു അല്ല, മൈനസ് ഇൻറ്റു ഇതും അല്ല. സോ ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? പ്ലസും ഈക്വൽ ടു മൈനസും ഒരുപോലെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസ് ചോദ്യമാണ്. ഡയറക്റ്റ്ലി നമ്മൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കുക. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഈസിലി ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ നമ്പർ ബിയിൽ നിന്നാണ് വരുന്നത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതുപോലെയുള്ള മറ്റൊരു ചോദ്യം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം സെലക്ട് ദി കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് mathematical signs to replace the star signs and to balance the given equation. അപ്പോൾ വീണ്ടും ഇവിടെ തന്നിരിക്കുന്നതും ഇതേ രീതിയിലുള്ള ചോദ്യമാണ്. പക്ഷേ നമുക്ക് ഇവിടെ അത്രയും സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇവിടെ നമ്പർ ഓഫ് ടേംസ് കൂടുതലാണ് അല്ലേ? 40 ഉണ്ട്, 2, 4, 3, 8 ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് സ്റ്റാർസ് ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ 40 ഉണ്ട്, നെക്സ്റ്റ് 2 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 8 ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഓപ്ഷൻസും എടുത്ത് തന്നെ വേണം നമ്മൾ ആക്ച്വലി സോൾവ് ചെയ്യാൻ. പക്ഷേ എത്രയും ഓരോ ഓപ്ഷൻസും സോൾവ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എക്സാമിന് ആക്ച്വലി സമയം അത്രയും കിട്ടില്ല അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷനിലും ഈക്വൽ ടു കാണാം. ഈക്വൽ ടു കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ കിട്ടുന്ന വാല്യൂ അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെ നമ്മുടെ ഇപ്പുറത്തെ വാല്യൂമായിട്ട് ഈക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ LHSഉം RHSഉം ഇവിടെ ഈക്വൽ ആകണം. ഓക്കെ, അപ്പോൾ LHS ഷുഡ് ബി ഈക്വൽ ടു RHS ആകണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഹോൾ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ ഒരു ഹോൾ നമ്പർ വരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക. ഇവിടെ മൂന്നാമത്തെ സ്ഥാനത്താണ് ഇവിടെ നമ്മുടെ ഈ ഒരു ഡിവിഷന്റെ സിമ്പിൾ വന്നിരിക്കുന്നത്. സോ 40 + 2 - 4 അതിനുശേഷം 4/3 എന്ന് കിട്ടും. സോ ഈ സൈഡിൽ 4/3 വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഡിവിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നമുക്ക് 8 പോലെ ഒരു ഹോൾ നമ്പർ കിട്ടുമോ? ഇല്ല. സോ ഈ രണ്ട് സൈഡിലും വലത് സ്ഥലത്ത് വന്നിരിക്കുന്നത് വലത് സൈഡിലുള്ളത് ഹോൾ നമ്പർ ആണ്, അത് തന്നെ ഇടത് സൈഡിലും വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡിവിഷൻ കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഈ കേസിൽ ഇവിടെ ഡിവിഷൻ കംപ്ലീറ്റ് ആണോ? അല്ല. അപ്പോൾ ഇതിൽ നിന്ന് ആൻസർ എന്തായാലും നമുക്ക് കിട്ടില്ല. ക്ലിയർ? ഇനി അടുത്തതിൽ 40 / 2 ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ കംപ്ലീറ്റ് ആണ്, ശരി ഉത്തരമായിരിക്കാം. അടുത്തതിൽ വീണ്ടും 2/4 ആണ്, 2/4 × 3 എന്നാണ്. അപ്പോൾ ഇവിടെയും 1/2 ആണ് വന്നിരിക്കുന്നത്. അവിടെയും ഡിവിഷൻ കംപ്ലീറ്റ് ആണോ? അല്ല. അപ്പോൾ അവിടെയും നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നില്ല. ഇനി അടുത്തതിൽ ഡിവിഷൻ വരുന്നതേ ഇല്ല. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്യണം. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇവിടെ രണ്ടെണ്ണത്തിനെ നമ്മൾ ട്രൈ പോലും ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് റിജക്റ്റ് ചെയ്യാം. അതെന്തായാലും ശരി ഉത്തരമാകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മെത്തേഡ് കറക്റ്റ് ആണോ എന്ന് അറിയാം. നമ്മുടെ ഈ ഓപ്ഷൻ നമ്പർ ബിയിൽ അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്പർ ബിയിൽ ഇത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം ഇവിടെ ഫസ്റ്റ് 40 / 2 വരണം. നെക്സ്റ്റ് +4 = 3 × 8 എന്ന് കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോർഡ് മാത്സ് തന്നെയാണ്. സോ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 20 കിട്ടും. അപ്പോൾ ഇവിടെ 20 + 4 24 ആണ്, ഇവിടെ കിട്ടുന്നതും 24 തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്? LHS = RHS എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്? നമ്മുടെ ഡിവിഷന്റെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിവിടെ സോൾവ് ചെയ്തു, എന്നിട്ട് വെരിഫൈ ചെയ്തു. സോ ഓപ്ഷൻ നമ്പർ ബി ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾ ഈ ഒരു ലോജിക്ക് ജസ്റ്റ് എവിടെയെങ്കിലും ആപ്ലിക്കബിൾ ആണെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കൂ, ഇത്തിരിയും കൂടി എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, which sequence of mathematical symbols can replace the star signs of the given equation to balance the equation? ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്നതിനെ ബാലൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതാണ് നമ്മളുടെ ചോദ്യം അല്ലേ. അപ്പോൾ ഇവിടെ 7 സ്റ്റാർ 2 സ്റ്റാർ 1 is equal to 12 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 7ൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. അതിന്റെ ഒന്നാമത്തെ മെത്തേഡ്, ഇപ്പം ഇതൊരു എളുപ്പത്തിലുള്ള ചോദ്യം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ചെറിയ ചെറിയ വാല്യൂസ് ആയതുകൊണ്ട് 7ഉം 2ഉം 1ഉം ഇതെല്ലാം എടുത്ത് നമുക്ക് 12 എടുക്കേണ്ടത് കൊണ്ട് നമുക്ക് ഈസിലി സോൾവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് നമ്മുടെ ഓപ്ഷൻസ് വെച്ചിട്ടുള്ള മെത്തേഡാണ്. രണ്ട് രീതിയിലും സോൾവ് ചെയ്യാം, രണ്ട് രീതിയിലും നിങ്ങൾക്ക് ആൻസർ സെയിം കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? 7ഉം മൾട്ടിപ്ലൈ ചെയ്ത് 49, അവിടെ നിന്ന് 12 കിട്ടില്ല. അതേസമയം ഇവിടെ നമുക്ക് 7ഉം ആഡ് ചെയ്ത് നമുക്ക് 14 കിട്ടും അല്ലേ. സോ ഈ 14ൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 12 കിട്ടും. സോ മൈനസ് ഓഫ് ഇവിടേക്ക് 2 into 1 ചെയ്താൽ 2 ചെയ്താൽ നമുക്ക് ഇവിടെ 12 is equal to 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസും മൈനസും ഇൻറ്റും യൂസ് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. പ്ലസും മൈനസും ഇൻറ്റും ഓപ്ഷൻ നമ്പർ ബിയിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈസിലി ക്വസ്റ്റ്യൻ, ഇത് ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ടും പിന്നെ അധികം നമ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ടും ഇപ്പൊ ഈ ഒരു ചോദ്യത്തിൽ ഈ രീതിയിൽ നമുക്ക് ട്രയൽ ആൻഡ് എറർ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇച്ചിരി കൂടെ വലിയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ആ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ് നമ്മുടെ ഓപ്ഷൻസ് വെച്ചിട്ടുള്ള മെത്തേഡാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ഓരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ, അപ്പോഴും നിങ്ങളത് മുഴുവൻ എടുത്ത് സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഫസ്റ്റത്തെ ഓപ്ഷനിൽ 7 into 7 minus of 2 by 1 is equal to 12. ഇത് കാണുമ്പോൾ തന്നെ അറിയാം 7 into 7 49 ആണ്. നിങ്ങൾ സോൾവ് ചെയ്യേണ്ട വലിയ നമ്പർ ആണ്. അതിൽ നിന്ന് ജസ്റ്റ് ഒരു 2 സബ്ട്രാക്ട് ചെയ്താൽ ഒരിക്കലും 12 പോലെ ചെറിയ നമ്പർ കിട്ടില്ല. അപ്പോൾ അതിനെ നമുക്ക് ജസ്റ്റ് ഇലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്തതിൽ വീണ്ടും 7 into 7 ആണ്. 49 minus 2 plus 1. അപ്പോഴും 49ൽ നിന്ന് ഒരു ചെറിയ നമ്പർ, ജസ്റ്റ് ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ പോയാൽ നമുക്ക് 12 കിട്ടില്ല. ഇനി അടുത്തതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 7 പ്ലസ് വീണ്ടും ഇവിടേക്ക് 7 into 2 മൈനസ് ഓഫ് 1. അപ്പോൾ ഇത് വേണമെങ്കിൽ പിന്നെയും ബെറ്റർ ആണ്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 14ഉം 7ഉം ചെയ്യുമ്പോൾ തന്നെ 21 കിട്ടും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും ചെറിയ ഒറ്റൊരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 12 കിട്ടില്ല. സോ അങ്ങനെ ഏകദേശം ഇതിന്റെ നമ്പേഴ്സിന്റെ ഒരു വലിപ്പം വെച്ചിട്ടും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അല്ലാതെ നമ്മളിത് എല്ലാ ക്വസ്റ്റ്യനും ഫുള്ള് സ്റ്റെപ്പ് എഴുതി എക്സാമിന് സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നത് പോലെ നിങ്ങൾ സോൾവ് ചെയ്താലും മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാവർക്കും വീണ്ടും ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം, ഇഫ് എ ഇസ് ഈക്വൽ ടു പ്ലസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് സി ഇസ് ഈക്വൽ ടു ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു ഡിവിഷൻ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിന്റെ വാല്യൂ കണ്ടെത്തുക. വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? പ്ലസ് ആണ്. അതുപോലെ തന്നെ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനസ് ആണ്, സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റു ആണ്, ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ആണ്. ഇത്രയും തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 5C5 ആണ്. സോ 5 into 5, D5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 5, A5 എന്ന് വെച്ചാൽ പ്ലസ് 5, B5 എന്ന് വെച്ചാൽ മൈനസ് 5. സോ അപ്പോൾ ഈ തന്നിരിക്കുന്നതിന്റെ വാല്യൂ എത്രയാണെന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എങ്ങനെയാണ് സോൾവ് ചെയ്യുക? വീണ്ടും നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ബോഡ്മാസിന്റെ റൂൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടേക്ക് എത്ര കിട്ടും? 1 കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടേക്ക് 5 plus 5 മൈനസ് ഓഫ് 5, ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 0 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ജസ്റ്റ് 5 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വേണ്ടത് എന്താണ്? ആകെ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള 5 ആണ്. അത് മാത്രം മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഇവിടേക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള 5 ആണ് ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഇതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് ഈസിലി ആൻസർ കിട്ടുന്ന ഒരു തരത്തിലുള്ള ചോദ്യമാണ് അല്ലേ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം ഇതും സബ്സ്റ്റിറ്റ്യൂഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു നോക്കുക. ഇഫ് എ ഇസ് ഈക്വൽ ടു പ്ലസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് സി ഇസ് ഈക്വൽ ടു ഇൻറ്റു ആൻഡ് ഡി ഇസ് ഈക്വൽ ടു ഡിവിഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് സംഭവം. അങ്ങനെയെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഇസ് കറക്റ്റ്? ഈ തന്നിരിക്കുന്നതിൽ ഏത് ഇക്വേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആണ്, ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൈനസ് ആണ്, സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റു ആണ്, അതുപോലെ ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിവിഷൻ ആണ്. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്
എങ്ങനെ സോൾവ് ചെയ്യും? നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ ഇവിടെ നമുക്ക് 8a എന്ന് വെച്ചാൽ 8 + 8 വരും, b8 എന്ന് വെച്ചാൽ -8 വരും, c8 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? × 8 = -48. ഇതാണ് നമ്മളിവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ എത്ര കിട്ടും? 16 കിട്ടും. ഇവിടെ 64 ആണ്, = -48 ആണ്. ശരിയാണ് അല്ലേ? 64ൽ നിന്ന് 14 പോയാൽ ഇവിടെ 16 ചെറുതായതുകൊണ്ട് -48 തന്നെയാണ് ഇവിടെയും -48 ആയിട്ട് വരുന്നത്. Therefore, LHS = RHS ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ എയിലുള്ളത് തന്നെയാണ് ശരി ഉത്തരം. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഓപ്ഷൻസ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ ഡിവിഷൻ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ആൻസർ ഇവിടെ ഈ ഒരു ഇതിനകത്ത് ഡിയും എയും ഒരുമിച്ചുണ്ട്, അപ്പോൾ ഇതിന്റെ ആൻസർ കിട്ടില്ല. ഇനി ഇവിടെയും ഡിയും എയും ഒരുമിച്ചുണ്ട്, ഇവിടെയും ആൻസർ കിട്ടില്ല. പിന്നെ നിങ്ങൾ ഇതും കൂടി മാത്രമായിരിക്കും ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ എന്തായാലും 2 ഓപ്ഷൻസ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ അടുത്ത ചോദ്യം ഒരു നമ്പർ പാറ്റേൺ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്പർ പാറ്റേൺ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലേ, അത് മാത്തമാറ്റിക്കൽ റീസണിങ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് റീസണിങ്ങിന്റെ ഭാഗമായിട്ട് നമ്പേഴ്സിന്റെ ലോജിക്ക് വെച്ചിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സ്റ്റഡി ദ ഗിവൻ പാറ്റേൺ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദി നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ഇറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ 14 ഉണ്ട്, 15 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 14 ഉണ്ട്, 16 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ 60 ആണ് തന്നിരിക്കുന്നത്. 11ഉം 17ഉം ഒരു നമ്പർ മിസ്സിംഗ്, 15ഉം 18ഉം 99ഉം തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ ഏത് നമ്പർ ആണ് വരിക എന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും? സോ ശ്രദ്ധിച്ച് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്പേഴ്സിന്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ലോജിക്ക് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 14ഉം 16ഉം ചെറുത്, 60 വലിയ നമ്പർ അല്ലേ. സോ 14 ഉണ്ട്, 16 ഉണ്ട്, അതിനെ വെച്ച് നോക്കുമ്പോൾ 60 വലിയ നമ്പർ ആണ്. അതുപോലെ ഇവിടെ 11 ഉണ്ട്, വീണ്ടും 17 ഉണ്ട്, അതിനെ വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻസിലെ നമ്പേഴ്സ് ഒക്കെ വലുതാണ്. അതുപോലെ ഇവിടെ 15ഉം 18ഉം ഉണ്ട്, ഇവിടെ നമുക്ക് 99 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? ജസ്റ്റ് ആലോചിച്ച് നോക്കിക്കേ. ഇതിനെ എന്തൊക്കെ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? 15ഉം 16ഉം കൂടെ 14ഉം 16ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്തായാലും 60 കിട്ടില്ല. പക്ഷേ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്കിവിടെ 30 കിട്ടും. 30യും 60യും തമ്മിലുള്ള റിലേഷൻ എന്താ? 30യുടെ ഡബിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. ഇനി അതുപോലെ തന്നെ ഇവിടെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ വാല്യൂ എത്ര കിട്ടും? നമുക്കിവിടെ 33 കിട്ടും. 33ന്റെ ഡബിൾ അല്ല, × 3 ആണ് ഇവിടെ 99 വന്നിരിക്കുന്നത്. സോ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് 2ഉം ഒരു സ്ഥലത്ത് 3യും വന്നിട്ടുണ്ടാവുക? ഇവിടെ വീണ്ടും ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 16 - 14 ചെയ്താൽ നമുക്ക് ഇവിടെ 2 കിട്ടും. ആ 2 ആണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ 18 - 15 ചെയ്തിട്ടുണ്ടെങ്കിൽ 3 കിട്ടും. ആ 3 ആണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. സോ ബേസിക്കലി നമ്മളിപ്പോൾ ഇതിന്റെ ലോജിക്ക് ഇവിടെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് a + b × a - b ആണ് അല്ലേ. സോ a + b എന്ന് വെച്ചാൽ 16 + 14 × a - b എന്ന് വെച്ചാൽ 16 - 14. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ രീതിയിലാണെങ്കിൽ ഇതിനെ ആദ്യം പ്ലസ് ചെയ്ത് നമുക്ക് ആദ്യം എത്ര കിട്ടണം? ഇതിനെ പ്ലസ് ചെയ്ത് നമുക്ക് 28 കിട്ടണം. ഇനി സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 കിട്ടണം. 28 × 6 ചെയ്താൽ എത്രയാണ് ആൻസർ? 120യും 48ഉം കൂടെ ആഡ് ചെയ്താൽ 168 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ 168 ആണ് വരുന്നത്. സോ 168 നമ്മുടെ ഓപ്ഷൻ നമ്പർ ബിയിലാണ് ഉള്ളത്. അത് തന്നെയാണ് അപ്പോൾ ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഈസി ആയിട്ടുള്ള പാറ്റേൺ ആണ്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഈസിലി കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വീണ്ടും ഒരു പാറ്റേൺ വെച്ചിട്ടുള്ള മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ ചോദ്യമാണ്. സ്റ്റഡി ദ ഗിവൻ പാറ്റേൺ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദി നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ഇറ്റ്. അപ്പോൾ ഈ പാറ്റേൺ സെലക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് എന്ത് വരും? ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് 8, 11, 7, 6, 5, 48, 63, 72. എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക എന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്നത് ഓപ്ഷൻസിലൊക്കെ ചെറിയ നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ നമ്പേഴ്സിനെ വീണ്ടും നമ്മൾ ഒബ്സർവ് ചെയ്താൽ എന്താ ഫസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുക?
ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം വലിയ നമ്പേഴ്സ് ആണ്. സോ 8ഉം 6ഉം വെച്ചിട്ട് 63 ഉണ്ടാക്കും, 11ഉം 5ഉം വെച്ചിട്ട് നമ്മൾ 72 ഉണ്ടാക്കുന്നു. അതുപോലെ ഏത് ചെറിയ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമുക്കിവിടെ 48നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും? തന്നിരിക്കുന്ന നമ്പേഴ്സ് ഇവിടെ 8 ഉണ്ട്, 6 ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് 63 കിട്ടണം. വീണ്ടും 11 ഉണ്ട്, 5 ഉണ്ട്, അതിൽ നിന്ന് 72ഉം കിട്ടണം. അതേപോലെ ഡാഷ് ഒരു നമ്പർ ആൻഡ് 7, മേ ബി ഇപ്പോൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് 48ഉം കിട്ടണം. ഇതാണ് ലോജിക്. എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? രണ്ടും ആഡ് ചെയ്താൽ 14 കിട്ടും, മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടും, അതിൽ നിന്ന് ആൻസർ കിട്ടില്ല. ഓക്കെ, ഇനിയിപ്പം ഇവിടെ 11ഉം 5ഉം ഉണ്ട്, ആഡ് ചെയ്താൽ 16 കിട്ടും, മൾട്ടിപ്പിൾ അല്ല, പിന്നെ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 കിട്ടും, അവിടെ നമുക്ക് 12 കിട്ടുന്നു മാത്രം. അപ്പോൾ ഇത് 12 into 6 എന്ന് നമുക്ക് ഇതിനെ വേണമെങ്കിൽ എഴുതാം അല്ലേ? അതുപോലെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ 9 into 7 എന്നും എഴുതാം. സോ ഈ 9ഉം 7ഉം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇവിടെ 8 + 1 9ഉം 6 + 1 ഇവിടെ 7ഉം ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 63 ആണ്. ശരിയാണോ എന്ന് അറിയാൻ ഇവിടെ ആഡ് ചെയ്യാം. +1 ചെയ്യാൻ 12 കിട്ടും, +1 ചെയ്തിട്ടുണ്ടെങ്കിൽ 6 കിട്ടും, വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 72 ആണ് കിട്ടും. അപ്പോൾ ഇവിടെ വീണ്ടും x + 1ഉം ഇവിടെ 7 + 1ഉം ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 48 കിട്ടണം. ഓക്കെ, അപ്പോൾ 7 + 1 എത്രയാണ്? 8 ആണ്. 8 into x + 1 is equal to 48 എന്ന് നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടണം. അങ്ങനെയെങ്കിൽ ഇവിടെ x + 1ന്റെ വാല്യൂ എത്രയായിരിക്കും? x + 1 is equal to 48നെ 8 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് 6 കിട്ടും. Therefore x is equal to 6 - 1. അപ്പോൾ x is equal to 5 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ x is equal to 5 ഓപ്ഷൻ നമ്പർ ബിയിലാണുള്ളത്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യവും അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, study the given pattern carefully and select the number that can replace the question mark in it. സോ വീണ്ടും ഇതുപോലെ തന്നെ അരിത്തമാറ്റിക്കൽ റീസണിങ് വെച്ചിട്ടുള്ള നമ്പേഴ്സിൻ്റെ ലോജിക് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 28, 58, 118, 21, 44, 90, 47, 96 and dash. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? തന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കുക, നമ്പേഴ്സിൻ്റെ വലിപ്പം വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ അല്ലേ? അപ്പോൾ ഇവിടെ 28ഉം 58ഉം കുറച്ച് വലിയ നമ്പേഴ്സ് ആണ്, പക്ഷെ അതിനേക്കാളും അത്യാവശ്യം നല്ല വലിയ നമ്പറാണ് ഇവിടെ 118 ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 28 ഉണ്ട്, അതിനുശേഷം 58 ഉണ്ട്, പിന്നെ നമുക്ക് ഇവിടേക്ക് 118 എന്തോ ചെയ്ത് കഴിയുമ്പോൾ കിട്ടേണ്ടതാണ് 118. അതുപോലെ തന്നെ ഇവിടെ 21 ഉണ്ട്, 44 ഉണ്ട്, എന്തോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 90 കിട്ടണം. ഇനി ഇവിടേക്ക് 47 ഉണ്ട്, നെക്സ്റ്റ് 96 ഉണ്ട്. അതേ രീതിയിൽ ആൻസർ എത്രയാണ് വരിക? എങ്ങനെ സോൾവ് ചെയ്യും? 28ഉം 58ഉം വ്യത്യാസം എത്രയാണ്? ഇവിടെ 30ന്റെ ഡിഫറൻസ് ആണ് അല്ലേ? സോ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് 30 ആണ് വരുന്നത്. 30യും 118ഉം ആഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ 28ഉം 58ഉം കൂടെ ആഡ് ചെയ്താൽ 86 ആണ് നമുക്ക് കിട്ടുള്ളൂ, അതിൽ നിന്ന് ആൻസർ കിട്ടില്ല. മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടേക്ക് വരുന്നത് 30 ആണ്. 30യും 118ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം അറിയാൻ വേണ്ടി നമുക്ക് 44ഉം 21ഉം കൂടെ അതേപോലെ എടുത്തു നോക്കാം. ഇവിടെ 44ഉം 21ന്റെ വ്യത്യാസം എത്രയാണ്? 23 ആണ് അല്ലേ? 23യും 19 മൾട്ടിപ്പിൾ അല്ല, അടുത്താണ്, ഏകദേശം 4 ടൈംസിൽ വരുന്നതാണ്. എത്രയാണ് വരിക? നമുക്കിവിടേക്ക് ഇതിൻ്റെ വാല്യൂ 23 into 4 ചെയ്താൽ നമുക്ക് 92 വരും. സോ 92 + 8 ആണ് ഇവിടേക്ക് വരുന്നത് അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഏകദേശം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ് വാല്യൂ? ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 30 into 4 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 120 വരും. സോ ഇവിടേക്ക് -2 ചെയ്താലും കിട്ടും. അപ്പോൾ ഇവിടേക്ക് നമുക്ക് 90 എത്രയായിരുന്നു വാല്യൂ തന്നിരിക്കുന്നത്? 23 into 4 ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയും അതുപോലെ തന്നെ 92 ആണ് അല്ലേ? സോ ഇവിടെ 92 ആണ്, വീണ്ടും -2 തന്നെയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ലോജിക്കും നമുക്ക് അതുപോലെ തന്നെ കണ്ടുപിടിക്കാം. സോ ഇവിടെ 96ഉം പിന്നെ 47ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 49 ആണ്. into 4 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 196 ആണ്. സോ അതിൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്താൽ 194 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ എയിലുള്ള 194 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലോജിക് എന്താണ് എന്ന് കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലോജിക് ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഫസ്റ്റ് എയും ഇത് ബിയും ആണെന്നുണ്ടെങ്കിൽ അടുത്തതിൻ്റെ വാല്യൂ എത്രയാണ്? b - a. ഡിഫറൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ 4th മൾട്ടിപ്പിൾ എടുക്കുക, -2. സോ 4b - a -2 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്.
ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഏതാണ്? 4b - a - 2. സോ ഓപ്ഷൻ നമ്പർ എ ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ഇതുപോലെ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? 54, 40 and 56, 68, 57, 54, 47, 39 and dash. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 54ഉം 40യും 56ഉം വന്നിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഏകദേശം ഒരേ റേഞ്ചിലുള്ള നമ്പേഴ്സാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ കോമൻസിൽ ഒന്ന് എടുത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ആൻസർ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത മെൻ്റൽ എബിലിറ്റീൻ്റെ രണ്ടാമത്തെ സെറ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സസും ഇതുപോലെയുള്ള ഷോർട്ട് കട്ട്സ് ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ്സും ഒക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ക്ലാസ്സസ് നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണോ അത് എഴുതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തന്നാൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കറക്റ്റ് വരുന്ന അപ്ലോഡ് ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.